കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഉദ്ദേശിച്ച രീതിയിലാണ് നമ്മൾ ഉപമ പഠിക്കുന്നത്. ഇത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് 26-ാമത്തെ ഉപമ. അത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇവിടെ പല ഉപമകൾ കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതിനകത്ത് തന്നെ 3 ഉപമകൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. സ്തോത്രം. അതിന്റെ 1-ാമത്തെ ഉപമയാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനം, ഇന്ന് അനേകരും മുഖ്യ സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി ആരെയും പിടിച്ചു തള്ളി മുഖ്യ സ്ഥാനം എടുക്കാൻ പോകുന്ന ഒരു തലമുറയിലാണ് ജീവിക്കുന്നത്. മുഖ്യ സ്ഥാനം തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ചും അതുമാത്രമല്ല, സ്തോത്രം, കർത്താവ് അവിടെ രണ്ടാമത് വേറൊരു കാര്യം കൂടെ പ്രത്യേകം പറയുന്നത്, സ്തോത്രം, നീ നമുക്ക് എങ്ങനെ പ്രത്യുപകാരം ഉണ്ടാകും എന്നുള്ള 2 വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപമ പറഞ്ഞിട്ടുള്ളത്. അതിന് 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അമ്മാമെന്ന് വായിച്ചാണ്. ഇവിടെ മഹോദ്രവമുള്ള പിടിച്ച കൈവരണ്ട ഒരു സഹോദരൻ, ഒരു മനുഷ്യനെ ദൈവം യേശു കർത്താവ് സൗഖ്യമാക്കുന്നതാണ് അവിടെ കണ്ടത്. പ്രൈസലോട് നമ്മളവിടെ കാണുമ്പോൾ പരീക്ഷ പ്രമാണിയിൽ ഒരുത്തന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് യേശു ചെന്നതാണ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനും തൻ്റെ ശിഷ്യന്മാർക്കും ഒരു ഫീസ്റ്റ് ഒരുക്കിയിരിക്കുകയാണ്. ഒരു ലഞ്ചോ ഡിന്നറോ വാട്ടെവർ ഇറ്റ് മേ ബി അവിടെ ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ നോക്കണം, കർത്താവിനെ പലരും ക്ഷണിച്ച് നമ്മൾ വളരെ കാര്യമായി ഭക്ഷണം കൊടുത്തതായി നമ്മൾ തിരുവചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ചെന്നപ്പോൾ ഒരു കൈ വരേണ്ട ഒരുത്തനെ അവർ കർത്താവ് സൗഖ്യമാക്കുന്നു. അതിനുശേഷം അതിൻ്റെ 6-7 വാക്യം വായിച്ചാൽ മതി. മതി. ഇത് നിങ്ങൾ കണ്ടോണം. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉപമയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്യൂണറലിനോ മെമ്മോറിയൽ സർവീസിന് നിങ്ങൾ പോകണം. ഓക്കെ, മെമ്മോറിയൽ സർവീസിന് പോകുന്നുണ്ടെങ്കിൽ അവിടെ തീരെ സമയമില്ലാത്ത സമയമാണ്. അന്നേരം ഇത് ഇവരെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്, ദൈവമക്കൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എനിക്ക് പറഞ്ഞിരുന്നത്. അവർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന ആൾക്കാർ വന്നിട്ട് സ്റ്റേജിൽ കടന്നു വരണം, ഇന്നതുപോലെ അവർക്ക് പറയാനുള്ളത് പറയണം, ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യുന്ന അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ പോയിരിക്കും. ഏറ്റവും ഒടുവിൽ പോയിരുന്നിട്ട് ഇന്നാളെന്ന് പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞ് ആദ്യത്തെ ആൾ പറഞ്ഞതിന് ശേഷം ആ ആള് പോയി പിന്നെ അടുത്ത ആളിൻ്റെ പേര് കേൾക്കുന്നുണ്ട് മെല്ലെ അവിടുന്ന് പുറകിൽ നടന്നു വരും. എന്തിനാ പുറകിൽ നടന്നു വരുന്നത്? ഞാൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നടന്ന് മെല്ലെ 2 മിനിറ്റ് എടുത്ത് നടന്നു വരും. സ്ലോയിലെ കയറി വരത്തുള്ളൂ, സ്ലോയിലെ നടക്കത്തുള്ളൂ, സ്പീഡിൽ നടക്കത്തില്ല. കാരണം ഞാൻ ആരാന്ന് 10 പേരൊന്ന് കാണണം. ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറണം. കാരണം നമ്മളെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചാൽ നമ്മൾ അതിന് മുന്നേ പോയി നിൽക്കണം. അന്നേരം പെട്ടെന്ന് വരുന്നത് ഒരുപാടിടത്ത് ഞാൻ പോയിട്ട് ഞാൻ തന്നെ ലക്ഷിച്ചു പോയിട്ടുണ്ട്. ഇവരൊക്കെ കാണിക്കുന്ന കാണുന്നുണ്ട്. ഇത് ആ കാര്യത്തെ കുറിച്ചാണ് ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ഒരു നല്ലൊരു കോൺഫറൻസിന് ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഒരു ഉപമ അവർ പ്രാക്ടീസ് ചെയ്ത് കാണിക്കും. കാരണം എന്താ പറയുക, ഞാൻ ആരാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതല്ല യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്നെ ക്ഷണിച്ചാൽ നീ മുഖ്യാസനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ആദ്യം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
അവിടെ പോയിരിക്കരുത്, നിന്നെ ക്ഷണിക്കുന്നവൻ നിന്നെ വിളിക്കും. അതാണ് അവിടെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇതിനെ കൂടുതൽ വിശദീകരണമല്ല വേണ്ടത്. നമ്മൾ മാന്യത കൊടുക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ. മറ്റുള്ളവർ ആരായി വന്നിരിക്കുന്നത്, മറ്റുള്ളവർ ഇപ്പോൾ എന്നെക്കാട്ടിൽ മുഖ്യമുള്ളവരാണോ കുറഞ്ഞവരാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ആ ആളിന് അവരിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നിന്നെ ക്ഷണിക്കാൻ വരുന്നുണ്ട്, നിനക്ക് ഇരിക്കേണ്ട സ്ഥാനം നിനക്ക് കിട്ടും. അതാണ് കർത്താവ് മീൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നാടകീയമായ രീതിയിൽ കാണിക്കാറുള്ളതല്ല നമ്മളെ ഒരു സ്ഥലത്ത് എന്ന് ചെയ്യേണ്ടത്. പ്രൈസലോട് നമ്മൾ ഓരോ സ്ഥാനങ്ങളും ഇപ്പൊ അമേരിക്കയിലും ഇപ്പൊ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാവർക്കും പേരെഴുതി അവിടെ വെച്ചിട്ടുള്ളതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണ്, ഇത് റിസർവ് സീറ്റാണ്, ഇത് ഇന്നാൾക്കുള്ളതാണ്, ഇന്നാളുടെ പേരെഴുതി വെച്ചേക്കുന്നത് കൊണ്ട് ആ പേര് നോക്കി പോയി അങ്ങ് ഇരുന്നോളും. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് നമ്മുടെയൊക്കെ കല്യാണത്തിന് നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള കല്യാണത്തിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ആൾക്കാർ ഇടിച്ചു കയറിയായിരുന്നു കല്യാണ സദ്യക്ക് ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ ഇടിച്ചു കയറുന്നവരെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. ഇന്ന് ഓരോ സ്ഥാനത്തിന് വേണ്ടിയും മനുഷ്യൻ ഇടിച്ചാണ് കയറുന്നത്. മറ്റുള്ളവരെ എങ്ങനെയും തകർത്തിട്ട് എനിക്ക് മുഖ്യ സ്ഥാനം വേണം. പക്ഷെ കർത്താവ് നിനക്ക് സ്ഥാനം തരുമല്ലോ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നീ ഇടിച്ചു കയറേണ്ട കാര്യമില്ല. അത് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കേണ്ടത് ആരെയാണെന്നറിയാമോ? ദാവീദിനെയാണ് എടുക്കേണ്ടത്. ദാവീദിനെ അഭിഷേകം ചെയ്തവനാണ്. ഹല്ലേലൂയ. മറ്റാരുമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രവാചകൻ ദാൻ മുതൽ ബേർശേബ വരെ ഹല്ലേലൂയ അവന്റെ ഒരു വാക്ക് പോലും പോകാതെ വിശ്വസ്തനായ പ്രവാചകൻ ചെന്നിട്ട് ഹല്ലേലൂയ ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. എല്ലാവരുടെയും മധ്യത്തിൽ വെച്ചിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്തിട്ട് കാട്ടിൽ വസിക്കുകയാണ്. 13ാമത്തെ വർഷമാണ് തനിക്ക് രാജ്യം കിട്ടുന്നത് എന്ന് നമ്മൾ ഓർത്തു വരണം. 17ാമത്തെ വയസ്സിൽ അഭിഷേകം ചെയ്തവൻ 30ാമത്തെ വർഷമാണ് ഹല്ലേലൂയ സ്തോത്രം ഈ രാജ്യസ്ഥാനത്തേക്ക് കയറി വരുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതും അവര് തന്നെ കടന്നു വന്ന് 3ാമത്തെ ദാവീദിനെ 3 അഭിഷേകം നടത്തിയെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, പ്രസംഗിക്കപ്പെടാറുണ്ട്. ആരാണ് 3ാമത്തെ അഭിഷേകം? 13ാമത്തെ വർഷമാണ് 3ാമത്തെ അഭിഷേകം നടത്തി അവരെ എല്ലാ ഇസ്രായേലിലും രാജാവാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വർഷം നിനക്ക് ഒരു പ്രൊമോഷന്റെ വർഷമാണ്, നിനക്കൊരു മുഖ്യസ്ഥാനം ലഭിക്കുന്ന വർഷമാണ്, നിനക്കൊരു നല്ല കയറ്റം ലഭിക്കുന്ന വർഷമാണ്, നിനക്ക് പ്രഥമ സ്ഥാനത്തേക്ക് നിന്റെ കർത്താവ് ഉയർത്തുന്ന വർഷമാണ്. പ്രൈസലോട് നീ ഇടിച്ചു കയറേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഒരു ഭാഗം. ഇനിയും ആ ഉപമയുടെ 2ാം ഭാഗത്തേക്ക് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്രദ്ധിച്ചോളണം, ഈ ഉപമയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, 2 മുഖങ്ങളുണ്ട്. ആ 2ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. സ്തോത്രം. അതിന്റെ 10 മുതൽ വാക്യം വായിച്ച മാമൻ. പന്തിയിലിരിക്കുന്നവരുടെ മുന്നേ മാന്യം ഉണ്ടാകുന്നതിന് പേര് മുന്നേ കൂടെ നടന്നു പോകുന്ന കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പ്രൈസലാണ്. എനിക്ക് മാന്യത ഉണ്ടെന്ന് കേൾക്കുന്നത് അത് മാന്യതയല്ല, അത് അവഹേളനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ മുന്നേ പോയി നിൽക്കണം. അഥവാ അന്നേരം പറഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ പല പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പേര് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നീയാണ് അതിന് ആളെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് മുഖ്യം മറ്റുള്ളവർക്ക് സമയം നഷ്ടപ്പെടുത്താതെ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ഉപമകളിലൂടെ മനുഷ്യൻ പഠിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അതിന് 12 മുതൽ 14 വരെയുള്ള വാക്യം, അതിനകത്തിൽ നമ്മൾ ഇനി എന്താണ് പ്രത്യുപകാരം വരുന്ന കാര്യത്തെ കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആരെയൊക്കെയാണ് ക്ഷണിക്കേണ്ടത്? നമുക്കൊരു ഫീസ്റ്റ് ഉണ്ടായാൽ ആരെയൊക്കെ ക്ഷണിക്കണം. പക്ഷെ നമ്മൾ ആരും അങ്ങനെ നല്ല ചെയ്യാറുള്ളത് പ്രൈസ് ദി ലോർഡ് എനിക്കറിയത്തില്ല. പണ്ട് ഞാൻ യാക്കോബായിലായിരുന്നപ്പോൾ, ഇപ്പോഴും യാക്കോബ് പള്ളി പുത്തൻകാവിലെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ. അവിടെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ പെരുന്നാൾ നടക്കുന്ന അവസരത്തിൽ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു സദ്യ കൊടുത്തുകൊണ്ടിരുന്നത്. ആ സദ്യ പാവങ്ങൾ വേണ്ടി കൊടുത്തു ആടി പാവങ്ങളാരും ഇല്ലാതായി, ആരും വരാതായി. ഇപ്പോൾ
പൊതുവായിട്ട് സഭയിലുള്ള എല്ലാവരും ചേർന്ന് അങ്ങ് നടത്തുകയാണ്. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഈ ഉപമയുടെ രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം, അത് ആരെയൊക്കെ ക്ഷണിക്കണം എന്നുള്ളതാണ്. ഞാൻ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ക്ഷണിക്കുവാനായിട്ട് നമ്മൾ മിക്കവാറും വിളിക്കുന്നത് നമ്മുടെ ചാർച്ചക്കാരെ, നമ്മുടെ സ്നേഹിതരെ, നമുക്ക് ബന്ധുമിത്രാദികളെ, അങ്ങനെയുള്ളവരെയാണ് ക്ഷമിക്കുന്നത്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇത് എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്ന് ഐ ഡോണ്ട് നോ. പക്ഷെ നമുക്ക് ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, അവർക്ക് കൊടുക്കുന്നതിൽ നമ്മൾ ഉത്സുകരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടില് ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ അധികം പാവങ്ങളെ കിട്ടത്തില്ലായിരിക്കാം, ഇവിടെ കിട്ടത്തില്ലായിരിക്കാം. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇവിടെ പല ചർച്ചുകാരും ഹോംലെസ്സിന് ഫുഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന കാലം മുതൽ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മുടെ നാട്ടിലിപ്പം എല്ലാം വലിയ അഭിമാനമായി കരുതുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ നാട് വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അതല്ല വിഷയം. നമ്മുടെ വിഷയം കർത്താവ് പഠിപ്പിച്ചതാണ്. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നിനക്ക് തിരിച്ച് തരുവാൻ കഴിവില്ലാത്തവരെ സഹായിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ വേറൊരാളെ ക്ഷണിക്കുമ്പോൾ, ഭക്ഷണത്തിന് ക്ഷണിക്കുന്നുണ്ട്, അവരും നിന്നെ തിരിച്ചു വിളിച്ചിട്ട് ആഹാരം തരാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം തരാൻ, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് വേറൊരു ഉപകാരം ചെയ്തു തരുവാൻ കഴിവില്ലാത്തവരെ വേണം നീ സഹായിക്കുവാൻ, നീ ചെയ്യുവാൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ സാരം. പ്രൈസ് ദി ലോർഡ്. ഈ ഉപമയ്ക്കകത്ത് രണ്ട് മുഖങ്ങളാണ്. ഒന്ന് സ്ഥാനം കയറി പിടിക്കാൻ പോകുന്നത്, രണ്ടാമത് പറയുന്ന പ്രത്യുപകാരം നമുക്ക് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ഉപമയ്ക്കകത്ത് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് അനേകര് മുഖ്യസ്ഥാനത്തിന് വേണ്ടി ആരെയും അതിക്രമിച്ച് കയറുന്ന ഒരു മനോഭാവമുള്ള കാലയളവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ മുഖ്യസ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി നീ ഇടിച്ചു കയറരുത്. ദാവീദാണ് നമുക്ക് ഏറ്റവും പറ്റിയ ഉദാഹരണം. ഞാൻ മിക്കവാറും ഇന്നലെ രാത്രിയിലും ദൈവവചനം വായിച്ചുകൊണ്ട് ദാവീദ് ചെയ്ത ഓരോ പ്രവൃത്തികളും, ദാവീദിനെതിരായി നടന്ന് ദാവീദിനെ കൊന്നുകളയുവാൻ ശ്രമിച്ച ശൗലിനോടുള്ള സ്നേഹം അമ്മായിയപ്പനുള്ള സ്നേഹമല്ല കാണിച്ചിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. എൻ്റെ അമ്മായിയപ്പനായിരുന്നു എന്നുള്ള സ്നേഹമല്ല, രാജാവായിരുന്നു എന്നുള്ള സ്നേഹമല്ല, കർത്താവിന്റെ അഭിഷക്തൻ, പ്രൈസ് ദി ലോർഡ്, യഹോവയുടെ അഭിഷക്തൻ എന്നുള്ള വലിയ സ്ഥാനമാണ് കൊടുത്തിരുന്നത്. മുമ്പേ കർത്താവിന്റെ ദാസനും കൂടെ കേൾക്കുവാനിടയായി അഭിഷക്തന്മാർക്ക് വിരോധമായി സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് നമ്മുടെ കർത്താവ് എവിടെയാണ് ഇരിക്കുന്നത് അറിയാമോ? ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? പലപ്പോഴും നമ്മൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. എന്താണ് ദാവീദിന്റെ സിംഹാസനം? ഞാൻ എന്താണ് ഒരു ദിവസം പ്രസംഗം ചെയ്യേണ്ട ഒരാൾ എന്നോട് ചോദിച്ചു, ദാവീദിന്റെ സിംഹാസനം ഇപ്പം അവിടെ ഉണ്ടോന്ന്. ദാവീദിന്റെ സിംഹാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ നിയമമാണ് ദാവീദിന്റെ സിംഹാസനം. ദാവീദ് ഏത് നിയമം പാസാക്കിയിട്ടുണ്ടോ ആ നിയമമായിട്ട് തന്നെ എന്നും നിലനിൽക്കും. അത് അവന്റെ സിംഹാസനം എന്നും എന്നേക്കും സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് യേശു യഹോവയായ ദൈവം, പിതാവായ ദൈവം. ആ സിംഹാസനത്തിലാണ് യേശു കർത്താവ് ഇരിക്കാൻ പോകുന്നതെന്ന് മറിയയോട് നമുക്ക് പറയാൻ ഇടയായി. ഗബ്രിയേൽ വന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ആരുടെ സിംഹാസനത്തിലാണ് ഇരിക്കാൻ പോകുന്നത്? ദാവീദിന്റെ സിംഹാസനത്തില് ദാവീദ് അഭിഷക്തന്റെ, കർത്താവിന്റെ അഭിഷക്തന്. ഇന്നും ശൗലിന് വിരോധമായി ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. ശൗലിനെ പറ്റി ഒരുപാട്, ശൗൽ രാജാവിനെ പറ്റി ഒരുപാട് കുറ്റമായിട്ട് ആൾക്കാർ പ്രസംഗിക്കാറുണ്ട്. എന്നോടൊരു ദിവസം ദൈവത്തിന്റെ ആത്മാ പറയാനിടയായി,
എൻ്റെ ദാസനായ ദാവീദ്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ദാവീദ് ഇന്നേ നാഴിക വരെ ശൗലിന് കുറ്റമായിട്ട് സംസാരിക്കാതിരുന്നപ്പോ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ അഭിഷേകം ചെയ്തവര്, അവര് ഞാൻ ആദ്യമായി രാജാവായി അഭിഷേകം ചെയ്തവര് എന്തിനു കുറ്റം വിധിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ശൗൽ രാജാവിനെ ഒരു കുറ്റമായി ഞാൻ പ്രസംഗിക്കാറില്ല, പറയാറില്ല. അതുപോലെ തന്നെ യാക്കോബിനെ പറ്റിയും എന്നോട് കർത്താവ് പറഞ്ഞു. സ്തോത്രം. യാക്കോബ് എന്താണ്, സപ്ലാന്ററാണ്, ചതിയനാണ് എന്നൊക്കെ അനേകർ പറയുന്നു. ദൈവമക്കളെ, കർത്താവാണ് ഉയർത്തിയത്. യാക്കോബിനെ എവിടെയാണ് ഉയർത്തത് അറിയാമോ? ദൈവത്തിന്റെ പ്രഭുവായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഇസ്രായേലായിട്ട് ഉയർത്തി. ആ ആളിനെ കുറ്റം വിധിച്ച് പറയുവാൻ എനിക്ക് അധികാരം തന്നിട്ടില്ല. എനിക്ക് ഈ പദവിയിലേക്ക് ലഭിച്ച അവന്റെ രാജ്യത്വത്തിലാകുവാൻ എനിക്ക് അധികാരം തന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആണ് എന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ഇടിച്ചു കയറി സ്ഥാനത്തിന് വേണ്ടി പോകേണ്ട കർത്താവാണ് നമുക്ക് വേണ്ടി സ്ഥാനം തരുന്നത്. നമുക്ക് എല്ലാവർക്കും അതിനായി സഹായിക്കേണ്ട പ്രത്യുപകാരം എങ്ങനെ ഉണ്ടാകും, എങ്ങനെ നമുക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനിയും ഇതുകൊണ്ട് ആ ഉപമ 26-ാമത്തെ ഉപമ